ബുദ്ധിശാലിയായ നരി. പണ്ട് ഒരു കാട്ടിൽ ബുദ്ധിശാലിയായ ഒരു നരി ഉണ്ടായിരുന്നു. ഒരു ദിവസം അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നരി ഒരു ചത്തുപോയ ആനയുടെ ശരീരം കണ്ടു. ആന മാംസം തിന്നാനുള്ള ആർത്തിയോടെ നരി ആനയുടെ ഉടലിനരികിൽ ചെന്ന് പല്ലുകൾ കൊണ്ട് കടിച്ചു തിന്നാൻ ആശപ്പെട്ടു. എന്നാൽ ആനയുടെ തോൽ വളരെ കട്ടിയുള്ളതായിരുന്നു. നരി തന്റെ പല്ലുകളാൽ ആവുന്നത്ര കടിച്ചിട്ടും മാംസം കിട്ടിയില്ല. പോയ നരി ആനയുടെ അടുത്തിരുന്ന് എന്ത് ചെയ്യാമെന്നാലോചിച്ചു. ഒരു സിംഹം ആ വഴി വരുന്നത് നരി കണ്ടു. ആ സിംഹത്തിന്റെ അടുക്കൽ നരി വളരെ ഭവ്യമായി പറഞ്ഞു, രാജാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചത്തുപോയ ആനയുടെ ഉടലിന് കാവലിരിക്കുന്നത്. ദയവ് ചെയ്ത് തിന്നാലും. സിംഹം ഗർജിച്ചു. ഞാൻ മറ്റു മൃഗങ്ങളാൽ കൊല്ലപ്പെട്ട ഇരയെ തിന്നാറില്ല. നിനക്ക് ഈ കാര്യം അറിയാമെന്ന് കരുതുന്നു. വഴിമാറി നിൽക്ക. ഇങ്ങനെ പറഞ്ഞ് സിംഹം പോയി. സിംഹം ചത്തുപോയ ആനയുടെ ഉടൽ തിന്നാതെ പോയതിൽ നരിക്ക് സന്തോഷമുണ്ടായി. എങ്കിലും ആനയുടെ തോല് പിളർന്ന മാംസം എങ്ങനെ തിന്നും എന്ന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പുലി ഗർജിച്ചുകൊണ്ട് വന്നു. ഇത് അപായം എന്ന് മനസ്സിലാക്കിയ നരി ഈ പുലി തീർച്ചയായും ആനയുടെ മാംസം തിന്നാൻ തയ്യാറായിരിക്കുമെന്ന് കരുതി പുലി അടുത്തു വന്നപ്പോൾ നരി വേഗം പറഞ്ഞു, സിംഹരാജാവിന്റെ വേട്ടമൃഗത്തിനാണ് ഞാൻ കാവലിരിക്കുന്നത്. അവൻ കുളിക്കാൻ പോയിരിക്കുകയാണ്. അവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഏതെങ്കിലും പുലി ഇവിടെ വന്നാൽ എന്റെ അടുത്ത് പറയൂ, ഈ കാട്ടിലുള്ള പുലികളെയെല്ലാം കൊല്ലാൻ ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നീ വേഗം പോയിക്കോ. ഇത് കേട്ട പുലി പേടിച്ചോടിപ്പോയി. കുറച്ചു നേരത്തിൽ ഒരു പുള്ളിപ്പുലി അതിലെ വന്നു. ആ ബുദ്ധിശാലിയായ നരിക്ക് അറിയാമായിരുന്നു പുള്ളിപ്പുലിയുടെ കൂർമ്മയുള്ള പല്ലുകൾ തന്റെ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കുമെന്ന്. അതുകൊണ്ട് നരി പുള്ളിപ്പുലിയെ ഒരു പുഞ്ചിരിയോടെ വരവേറ്റു. വരൂ സ്നേഹിത, വരൂ. വളരെ കാലമായല്ലോ കണ്ടിട്ട്. നീ എന്താ വിശപ്പ് കൊണ്ട് വാടിപ്പോയല്ലോ. ഈ ചത്തുപോയ ആനയുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസം നീ തിന്ന്. സിംഹത്തിനായി ഞാൻ ഇതിന് കാവലിരിക്കുകയാണ്. സിംഹം കുളിക്കാൻ പോയിരിക്കുകയാണ്. പേടിക്കണ്ട. അയ്യോ, ഞാനെങ്ങനെ സിംഹത്തിന്റെ ഇരയെ തിന്നുക? സിംഹം കാണുകയാണെങ്കിൽ എന്നെ കൊല്ലില്ലേ? അത് വിചാരിച്ച് നീ വിഷമിക്കണ്ട. ഞാൻ ജാഗ്രതയായി കാവലിരിക്കാം. സിംഹം വരുമ്പോൾ ശബ്ദം ഉണ്ടാക്കാം. അപ്പം നീ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. വിശപ്പ് കൊണ്ട് വാടിയ പുള്ളിപ്പുലി അത് സമ്മതിച്ചു. നരിയോട് ഈ സന്ദർഭത്തിന് നന്ദി പറഞ്ഞു. പുള്ളിപ്പുലി ആനയുടെ ചർമ്മം കടിച്ചു കീറാൻ തുടങ്ങി. നരിയും അത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നരി ശബ്ദമുണ്ടാക്കി, സിംഹം വരുന്നു, ഓടിക്കോ. അടുത്ത നിമിഷത്തിൽ പുള്ളിപ്പുലി അവിടെ നിന്നും ഒറ്റയോട്ടം. നരിക്ക് സന്തോഷമായി. ചിരിച്ചുകൊണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് തിന്നു. അറിവാണ് ശരിയായ ആയുധം.